കൂട്ടുകാരെ, നമ്മളിതാ യാത്രാവിശേഷമായി വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കുഞ്ചത്തൂരാണ് ഉള്ളത്. ഇനി ആഴിക്കാടിയിലേക്ക് ഒരു യാത്രയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാ ഒരു KPS റിസോർട്ട് എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത് കേട്ടോ. നിക്കാഹിൻ്റെ ഫംഗ്ഷനാണ്, ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. ഈ ഒരു KPS റിസോർട്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. ഇവിടുത്തെ കണ്ടോ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്, പച്ചപ്പുള്ള ഒരു അടിപൊളി ഗ്രൗണ്ട് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വീഡിയോസ് എടുക്കാനും അതുപോലെ മെയിലാഞ്ചി കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രി നൈറ്റൊക്കെ നല്ല സെറ്റാക്കി എടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇനി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ചെറിയൊരു ഫംഗ്ഷനാണ്, കുടുംബക്കാർ മാത്രമുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങൾ മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഏതായാലും റിസോർട്ടിൽ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാഴ്ചകളും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് 2 ആളുകളുണ്ട് കേട്ടോ ഇവിടെ. മണവാളൻ്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ മണവാട്ടിയുടെ ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നല്ല കായലിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അത് നല്ല സൗകര്യമുണ്ട് കേട്ടോ, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല കാഴ്ചകളും ഒക്കെ നിറഞ്ഞൊരു അടിപൊളി റിസോർട്ടാണ് ഈ KPS റിസോർട്ട്. അപ്പോൾ ഇവിടെ കുറേ ഒരു ഉൾഭാഗത്തേക്ക് ഞങ്ങൾ പോന്നപ്പോൾ ഉണ്ട് അവിടെ ഇതുപോലെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല വെള്ളം അല്ലേ, നല്ല ചാടി കുളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളം. ഇതാ ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോന്നപ്പോൾ യമു, അതുപോലെ തന്നെ കുറേ പല കിളികളും പലതരത്തിലുള്ള കോഴികൾ, അതുപോലെ തന്നെ മുയൽ, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ കണ്ടോ. അടിപൊളിയായിട്ട് തന്നെ കാണാണ്ട് വെള്ള അരയണ്ണം, അതുപോലെ തന്നെ ബ്ലാക്ക് താറാവുകൾ, അങ്ങനെ പല കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരാളിവിടെ ഭയങ്കര പയറൊക്കെ കഴിക്കണത് കണ്ടത്. അതും കൂടി കാണിച്ചിട്ടുണ്ട്. പ്രാവ്, അങ്ങനെ പലതും കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം ദൂരമുണ്ട് ഈ റിസോർട്ട് മൊത്തത്തിൽ കിടക്കുന്നത്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ കഴിഞ്ഞപ്പോൾ മണവാളന് റെഡിയായി ഇറങ്ങി വരാൻ സമയമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ കാഴ്ചകളിൽ നിന്നൊക്കെ വേഗം തിരിച്ചു പോകുന്നിട്ടുണ്ട്. അപ്പോൾ മണവാളെ ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മണവാളിനെ പെട്ടെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി മുഖം കാണിക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ലല്ലോ വിചാരിച്ചിട്ട് ആണ് മുഖം കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ അവർ പറയണത് നിക്കാഹ് കഴിഞ്ഞേക്കന്നെ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് വെക്കും. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞേക്കാണ് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നിക്കാഹൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹറൊക്കെ മണവാളിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ മാല ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഇങ്ങനെ മാല ഇട്ട് കൊടുക്കലൊക്കെ. അവിടെ ഇങ്ങനെ മാലൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പം എല്ലാവരുടെ വീഡിയോയിൽ അങ്ങനെ പിന്നെ മൊത്തമായിട്ട് കാണിക്കണത് ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തമായിട്ടൊന്നും കാണിച്ചിട്ടില്ല, വെറുതെ ഒന്നിങ്ങനെ ഓടിച്ചു പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതേ റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും മാലയിടൽ, അങ്ങനെ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് മാറി നിന്ന് ഒന്ന് റിസോർട്ടിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരുന്നു എൻ്റെ മോനിതാ കാണുന്ന ചെറിയൊരു തോടുണ്ട് കേട്ടോ അവിടെ. ആ തോട്ടിൽ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യം കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഇയാൾ ഇങ്ങനെയാണ്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആളെ ഒപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിൽ മീനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ആദ്യം ഒരു പേടിയുണ്ട്, പുറത്തുള്ള ആളുകൾ ചീത്ത പറയുമോ എന്തോന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പിടിച്ച മീൻ അതിലേക്ക് തന്നെ വീണു. എന്നിട്ട് വീണ്ടും പിടിച്ചെടുത്തതാണ് കേട്ടോ ആൾ ഒരു മീനിതാ. ഈ മീൻ നമ്മൾക്ക് നാട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്താൻ്റെ കുട്ടിയുണ്ട് അവിടെ. അവൻ ഭയങ്കര കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ അടുത്ത് തന്നെ വെക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. അപ്പോൾ അവനക്ക് കാണാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കലഴിഞ്ഞ് കുറച്ചും കൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല മഴയും ചളിയും പിളിയൊക്കെ ആയിട്ടുള്ള ഒരു പാടവരമ്പിൽ കൂടെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോന്നു.
തിരിച്ച് പോന്നിട്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കുമ്പള റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമുക്ക് ഇനി പോകേണ്ടത് കാസർഗോട്ടേക്കാണ്. കുറച്ച് ആളുകൾ ഇന്ന് നാട്ടിലേക്ക് പോകും, ബാക്കിയുള്ളവർ കാസർഗോഡ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവൻ ആളുകൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കാമെന്നും ബാക്കിയുള്ള ആളുകൾ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിന് കാത്ത് നിൽക്കുകയാണ് എല്ലാവരും. കാസർഗോഡ് ഇറങ്ങണവർ കാസർഗോഡ് ഇറങ്ങുക, ബാക്കിയുള്ളവർ നാട്ടിലേക്കും തിരിക്കുക എന്നുള്ള ലെവലിൽ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മൾ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി താഴത്തേക്ക് നോക്കുമ്പോഴാണ് ഈ മൊത്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തന്നതാട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല, നല്ല ശൂന്യതയായിരുന്നു ഞങ്ങൾ വന്ന സമയത്തൊക്കെ. പിന്നെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിലൂടെ ഒരു ചരക്ക് വണ്ടി പോണത് കണ്ടത് കേട്ടോ. അപ്പോൾ അത് മുകളിൽ കൂടെ തന്നെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് മുഴുവനായിട്ട് എടുക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ മുകളിൽ കൂടെ നമ്മൾ അധികം ട്രെയിനിൻ്റെ കാണാറില്ലല്ലോ. സൈഡും അതുപോലെ ഫ്രണ്ടും ഒക്കെയാണല്ലോ അധികം കാഴ്ചയിൽ കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു ചരക്ക് വണ്ടി പോകുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു ട്രെയിനും കൂടിയും അതിലെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ? 2 ട്രെയിനും അപ്പുറപ്പുറമായിട്ടാണ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സ്റ്റേഷനിലെ ആളുകളൊക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ആണ് ഞങ്ങളെ ട്രെയിന് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. യാത്രാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.